നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ പ്രാർത്ഥനയുടെ പ്രത്യേകതകളെക്കുറിച്ച് കണ്ടു. പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു, അപ്പോസ്തലന്മാർ ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന യേശുവിനെ നമ്മൾ കണ്ടു. എത്രയും ബിസിയായ ഒരു ജീവിതം ജീവിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയം ഒരു കാരണവശാലും മാറ്റിവെക്കാതെ പൂർണ്ണമായും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നതിനായി യേശു. നമ്മൾ പ്രാർത്ഥിക്കണം. വി നീഡ് ടു പ്രേ, ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് why we are praying. Is it because we need to pray or we want to pray? ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചേ പറ്റൂ. നീഡ് എന്ന് പറയുമ്പം എന്താണ്? എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയത്തില്ല, പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു വാണ്ട് ടു പ്രേ? യു നീഡ് ടു പ്രേ. വാണ്ട് ടു പ്രേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ഐ വാണ്ട്. ഐ നീഡ് എന്ന് പറയുന്നതും ഐ വാണ്ട് എന്ന് പറയുന്നതും രണ്ടാണ്. ഒന്ന് ഗതികേട് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. പക്ഷേ രണ്ടാമത്തേത് അങ്ങനെയല്ല. യെസ് ഐ വാണ്ട് ടു പ്രേ. യെസ്, എനിക്ക് വേണം, എനിക്ക് പ്രാർത്ഥിക്കണം. അത് എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഞാൻ മുന്നേറുന്ന ഒരനുഭവമാണ്. ഐ വാണ്ട് ടു പ്രേ. ഇവിടെ പല സമയത്തും നമ്മൾ ഗതികേട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നേരത്തെ പരിചയമുണ്ടായിരുന്ന ഒരു ഫ്രണ്ടുണ്ട്. അവിടെ നന്നായിട്ട് ഗിറ്റാറൊക്കെ വായിക്കും. അപ്പം അവൻ ഇവിടെ ഹോട്ടലിലൊക്കെ ഗിറ്റാറൊക്കെ വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇവൻ അമേരിക്കയിൽ പോയി കഴിഞ്ഞ് ഇവിടെ വെച്ച് അവന് അങ്ങനെ വലിയ പ്രാർത്ഥനയോ വിശ്വാസിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയതൊന്നുമില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ആത്മീയവും ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര കാര്യങ്ങളൊക്കെ. ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാനോട് ചോദിച്ചു, നീ എന്താ ഇപ്പം വലിയ പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്നത് കേട്ടല്ലോ, വലിയ ആത്മീയമാണെന്ന് പറയുന്നത് കേട്ടോ, എന്തോ പറ്റി? സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഓഫീസിലോ മറ്റോ ആരോ പെട്ടെന്ന് ചാടി കയറി വന്നിട്ട് വെടിവെച്ചിട്ട് പെട്ടെന്ന് അവിടുന്ന് പൈസ ഒക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, എൻ്റെ എടാ ഇവിടെയൊക്കെ ആണെങ്കിൽ വല്ലവരും കത്തിയും കൊണ്ടല്ലേ വരുന്നത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അവിടെ വെടിയല്ലോടാ, പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? കത്തി കൊണ്ടൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഈ തോക്കും കൊണ്ടൊക്കെ വന്ന് എന്തോ ചെയ്യും? പ്രാർത്ഥിക്കുകയല്ലാതെ എന്നെ ചെയ്യാനാ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നീഡായിട്ട് വരുന്ന കാര്യം പോലെയല്ല പ്രാർത്ഥന നമ്മുടെ ആഗ്രഹമായി വരുന്നത്. We need to pray. At the same time, I should say, I want to pray. എനിക്ക് പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു അഭിമാനം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സംതിങ് ലൈക്ക് ഒരു അസ്വസ്ഥത, എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയാത്തൊരു സ്റ്റേജ്. അത് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ട് മാത്രമൊന്നുമല്ല, ആവശ്യമില്ലെങ്കിലും. ഞാനൊരു കൗബോയുടെ സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കൗബോയ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ വളരെ മോശപ്പെട്ട ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ, അവർക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ വലിയ ഹാറ്റും ഒക്കെ വെച്ച്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ഉണ്ണാൻ പോകുന്ന സമയത്ത് ഒരു കൗബോയ് അവിടുത്തെ ചർച്ചിൽ പോയി എന്നും പ്രാർത്ഥിക്കും. ഒരു ദിവസം പാസ്റ്റർ ചോദിച്ചു, മിസ്റ്റർ ജോൺ, വാട്ട് യു പ്രേയിങ് എവറി ഡേ യു ആർ കമ്മിങ് ആൻഡ് പ്രേയിങ്, വാട്ട് യു പ്രേയിങ്? എന്നും നീ വന്നിട്ട് എന്ത് പ്രാർത്ഥിക്കുന്നത്? ജോൺ പറഞ്ഞു, പാസ്റ്റർ, ഐ എം നോട്ട് പ്രേയിങ് മച്ച്, ഐ ജസ്റ്റ് കം ഹിയർ ആൻഡ് സേ ജീസസ് ഓർ ജോൺ, ഐ എം ഹിയർ, ഐ എം പ്രസന്റ്. കർത്താവേ, ഈ പാവപ്പെട്ട ജോൺ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടെന്നൊന്ന് പറയാൻ വേണ്ടി വന്നതാ, വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് ഐ എം പ്രസന്റ്, ഞാൻ ഇവിടെ ഉണ്ട് എന്നൊന്ന് പറയാൻ വേണ്ടി വന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് ഒരു ദിവസം ജോൺ സുഖമില്ലാതായി പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കണ്ടില്ല. പാസ്റ്റർ ഈ ജോണിനെ കാണാനായിട്ട് അവൻ്റെ വീട്ടിൽ ചെന്നു. കുഞ്ഞു വീടാ, ഒരു കുടില. പാസ്റ്റർ വന്നപ്പോഴത്തേക്ക് അവന് വലിയ സന്തോഷമൊക്കെ ഉണ്ടായി. ഉടനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വന്നിട്ടുന്നതല്ലേ. അപ്പോൾ പാസ്റ്റർ അവനോട് ചോദിച്ചു, ജോൺ, മേ ബി യു ആർ വെരി സാഡ് ബിക്കോസ് യു കനോട്ട് കം ടു ദ ചർച്ച് ആൻഡ് പ്രേ. ഈ സഭയിൽ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും വരാൻ കഴിയാത്തത് കൊണ്ട് നിനക്ക് ഒത്തിരി പ്രയാസമായിരിക്കില്ലേ? ഉടനെ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, എനിക്ക് പ്രയാസമില്ല. വൈ? ആൻഡ് ജീസസ് ഈസ് കമ്മിങ് ടു മീ. യേശു എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എവറി ഡേ ഹി കംസ് അറ്റ് 12 o'clock ബിക്കോസ് നോർമലി അറ്റ് 12 o'clock ഐ ഗോ ദെയർ ആൻഡ് പ്രേ. ഹി യൂസ് ടു കം ആൻഡ് സേ, ജോൺ, ഐ എം ഹിയർ, ഐ എം പ്രസന്റ്. ജോൺ, ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ പ്രസന്റ് ആണ്. വസന്ത, ഇതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദിസ് ഇസ് പ്രേയർ. ജസ്റ്റ് എന്താ ചെന്ന് കർത്താവിനോട് പറയണം, ഐ എം ഹിയർ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അവിടെ എന്താണ്? അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ സന്തോഷം അവൻ അനുഭവിക്കുകയാണ്. അവന് വേറെ ഒന്നും വേണ്ട. അവൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് അത് അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലെ ആ സമയം അത് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വാണ്ട് ടു ടച്ച് ഹിം, ഹി ജസ്റ്റ് വാണ്ട് ടു നോ ഹിം. ദൈവത്തെ ഒന്ന് അറിയണം, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഞാൻ ഈ റോണ്ടൻ്റെ ബുക്കിനകത്ത് ഒരു സ്റ്റോറി, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റോറീസ് എല്ലാം നടന്ന കാര്യമാണ്. ഒരിക്കലും ഒരു അമ്മ പ്രാർത്ഥിക്കാനായിട്ട് ഷീ വെന്റ് ടു ദ ചർച്ച്
അപ്പം പ്രേയറിൻ്റെ ടൈമൊന്നുമല്ല. ഷീ ജസ്റ്റ് വാണ്ടഡ് ടു പ്രേ ഫോർ സം ടൈം. ഉടനെ കിഡ്സ് ചാപ്പലുണ്ട്, കൂടെ മോളുണ്ട്, ബാർബറ എന്ന അവളുടെ പേര്. അവള് ഈ അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളും പോയി അപ്പുറത്ത് കിഡ്സ് ചാപ്പലിൽ പോയിരുന്ന് ഷി വാസ് പ്രേയിങ്. തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്ത് കൊടുക്കുമായിരുന്നു, നിന്നെ കണ്ടില്ലല്ലോ. ഉടനെ പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. നീ പ്രാർത്ഥിക്കും, നീ എന്തോ ഇത്രയും നേരം പ്രാർത്ഥിച്ച്? അമ്മയ്ക്കാണെങ്കിൽ പ്രാർത്ഥിക്കാൻ കുറച്ച് ഒത്തിരി വിഷയങ്ങളുണ്ടെന്ന്. മോക്ക് എന്തോ ഇത്രയും വലിയ വിഷയങ്ങൾ. ഞാനവിടെ ചെന്നിട്ട് പറഞ്ഞു, ഹായ് ജീസസ്. ഉടനെ ജീസസ് വന്നിട്ട് പറഞ്ഞു, ഹായ് ബാർബറ. പിന്നെ ഞങ്ങൾ തമ്മിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങ് ഭയങ്കര സ്നേഹത്തിൽ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്തു. നോക്ക്, ദിസ് ഇസ് പ്രയർ. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഒരു ശിശു മനസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. നമുക്ക് പക്ഷെ പ്രാർത്ഥിക്കണമെങ്കിൽ ഒത്തിരി വിഷയം വേണം. ചിലപ്പോൾ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ പ്രാർത്ഥിക്കാൻ പറ്റിയ വിഷയമുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനം എടുത്തിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ വിഷയം ഒന്ന് തീർന്നു പോവുക. അപ്പോൾ പ്രാർത്ഥിക്കാൻ വിഷയമില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് എന്തോ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കണം, ഞങ്ങൾ എന്ത് ചെയ്തോളാം, പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. വിഷയം വെച്ചൊക്കെ പ്രാർത്ഥിച്ചോ, അതിനകത്ത് ഞാൻ കുറ്റമൊന്നും പറയല്ല. പക്ഷേ വിഷയമില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവിനെ സ്പർശിക്കുന്ന, കർത്താവിനെ അറിയുന്ന, കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ്. ആ എൻകൗണ്ടർ ഉണ്ടാകുന്നത് വരെ നമ്മൾ ശരിക്കും കർത്താവിനെ വിട്ടിട്ട് പോകാൻ പാടില്ല. ആ എൻകൗണ്ടർ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ രക്തസ്രാവക്കാരിയായ സ്ത്രീ അവൾ എന്ത് ചെയ്യുന്നു? ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് സംതിങ്. ഓഫ് കോഴ്സ് അവൾ പ്രാർത്ഥിക്കുന്നത് അവളുടെ ഹീലിങ്ങിന് വേണ്ടി ആയിരിക്കാം. പക്ഷെ അവൾ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നപ്പോഴും സംഹാവ് അവളെല്ലാവരെയും തള്ളി മാറ്റി. വഴക്കുണ്ടാക്കിയതൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ സംഹൗ ഷി മെയ്ഡ് ഷുവർ ദാറ്റ് ഷി ടച്ച്ഡ് ജീസസ്. അവൾ യേശുവിനെ തൊടുന്നത് വരെ അവൾ വേറെ ഒന്നും ആലോചിച്ചില്ല. ഒരു പരിധി വരെ അവൾ പറഞ്ഞത്, അവൾ കാണിച്ച വലിയൊരു അമാന്തമാണ്. കാര്യം ഇവൾ അശുദ്ധയായ സ്ത്രീ ആയിരിക്കെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ശരിക്കും യേശുവിനോട് കാണിക്കുന്ന ഒരു കടുങ്കൈയാണ് നമ്മുടെ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലേ? പക്ഷെ യേശുവിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ദൈവങ്ങളെ ആരെങ്കിലും സ്ത്രീകൾ തൊട്ടാൽ ദൈവം കൂടെ അശുദ്ധനാകും. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. അശുദ്ധൻ പോയി അവനെ തൊട്ടാൽ അവളൂടെ വിശുദ്ധയാകും എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. ഈ സ്ത്രീ എന്ത് ചെയ്തു? പിന്മാറിയില്ല. പിന്മാറാതെ യേശുവിനെ സ്പർശിക്കും വരെയും അവള് സ്ട്രഗിൾ ചെയ്ത് സ്ട്രൈവ് ചെയ്യുകയാണ്. അതാണ് വാസ്തവത്തിൽ പ്രാർത്ഥനയിലുള്ള പോരാട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. യേശുവിനെ സ്പർശിക്കുന്നത് വരെയും നമ്മൾ അകത്തോട്ട് കയറി ചെല്ലണം. യേശുവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയണം. വളരെയേറെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഒരാൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫ് പറഞ്ഞു, ഹീസ് പ്രേയിങ്. ഓക്കെ, ഐ വിൽ വെയിറ്റ്. ഓൾമോസ്റ്റ് 1 hour, 1 മണിക്കൂറോളം അയാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എപ്പോഴാണ് വന്നത്? കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നാൽ 1 മണിക്കൂർ ഞാൻ മുമ്പേ വന്നതാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഈ 1 മണിക്കൂറും നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം പ്രാർത്ഥിക്കുകയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, കൃത്യമായി പറഞ്ഞാൽ അല്ല, ഞാൻ 59 മിനിറ്റുകൾ ദൈവസന്നിധിയിൽ അവനെ സ്പർശിക്കുവാൻ, അവനിലേക്ക് പ്രവേശിക്കുവാൻ സ്ട്രൈവ് ചെയ്യുകയായിരുന്നു. ആൻഡ് ഐ റീച്ച്ഡ് ദേർ, ഐ ടച്ച്ഡ് ഹിം ആൻഡ് ഐ സ്പെൻഡ് ഓൺലി 1 minute there. ഞാൻ 59 മിനിറ്റുകൾ എന്ത് ചെയ്യായിരുന്നു? അവനെ സ്പർശിക്കുവാൻ, അവനിലേക്ക് കയറി ചെല്ലുവാൻ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുവാൻ, അവൻ്റെ കൃപാസനത്തിലേക്ക് ചെന്ന് അവനെ സ്പർശിക്കുവാൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു. ഞാൻ അവനെ സ്പർശിച്ചു. ഐ എം ഹാപ്പി. 1 minute അവിടെ നിന്നാൽ മതി. ഞാൻ വളരെ സന്തുഷ്ടനായി തീർന്നു എന്ന് വളരെ കൃത്യമായിട്ട് അവൻ പറയുകയാണ്. കർത്താവിനെ സ്പർശിക്കുന്നതായ ഒരു സ്റ്റേജ് വരെ അവനെ വിട്ടുകളയാതെ അവൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്ന ഒരു സ്റ്റേജ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 56-ാം വാക്യം വായിക്കുമ്പോൾ, ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്ക് സൗഖ്യം വരികയും ചെയ്തു. Doesn't say about just physical healing. Of course, physical healing is there. പക്ഷേ ഒരു കാര്യമുണ്ട്, അവനെ സ്പർശിച്ചവർക്കാണ് വ്യതിയാനം ഉണ്ടാകുന്നത്, വ്യത്യാസം ഉണ്ടാകുന്നത്. യേശു കർത്താവിനെ നമുക്കിപ്പോൾ സ്പർശിക്കാൻ വേണ്ടി യേശു കർത്താവിൻ്റെ ശരീരം നമ്മുടെ മുമ്പിലില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ സ്പർശനം അവനെ തീർച്ചയായും സ്പർശിക്കുവാൻ കഴിയും എന്നുള്ളതിനൊരു സംശയവും ആവശ്യമില്ല. വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് we are touching him in faith. We need to touch him in faith. അവനെ തൊടുന്നത് വരെയും മാറാതെ പുറകെ നിൽക്കുന്നതായ ഒരു സ്റ്റേജ്. അങ്ങനെ അവൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുക. അതാണല്ലോ പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു വലിയ ലോകമുണ്ട്, ആ ലോകത്തിലേക്ക് നീ പ്രവേശിക്കണം. ആ ലോകത്തിൽ പ്രവേശിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നിനക്ക്
അഗോചരമായ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോഴും ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോഴും ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി ആവേശം ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇതൊക്കെ ഒരു പക്ഷേ ഈ പുസ്തകം എഴുതിയ ആളിനും ഈ പ്രസംഗിക്കുന്ന ആളിനും വേണ്ടിയൊക്കെ ഉള്ളൊരു ജീവിതമാണ്, എന്നെ കൊണ്ടൊന്നും ഇങ്ങനൊന്നും പറ്റത്തില്ല, ഹുവാമായി പൂർമി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അതിനകത്ത് കുറേയൊക്കെ കുറ്റക്കാര് ഈ പുസ്തകം എഴുതുന്നവരും ഈ പ്രസംഗിക്കുന്നവരും ഒക്കെ ആണെന്ന് എൻ്റെ ചിന്ത. കാര്യം ഈ സെക്യുലർ ഫീൽഡിൽ നമുക്ക് ഭയങ്കര ഒരു സ്റ്റാർ എഫക്റ്റ് ഉണ്ട് ആളുകളുടെ ഇടയ്ക്ക്, അല്ലേ? സ്റ്റാർസ് ഒത്തിരി ഉണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്. ഈ സെലിബ്രിറ്റീസിനെ നമ്മൾ കാണുന്നത് നമ്മളിൽ ഒരാളായിട്ടല്ല, സംബഡി ഡിഫറെന്റ്. ഇങ്ങനെ വല്ലാത്ത ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇവരെ കാണുന്നത്. പിന്നെ അവനെ അനുകരിക്കാനുള്ള പരിശ്രമമാണ്. വി ആർ ട്രൈങ് ടു വെയർ ദ ക്ലോത്ത്സ് ദേ വെയർ, ദ ഫുഡ് ദേ ഈറ്റ്. അവന് പോകുന്ന എയറോബിക്സ് ഏതൊക്കെയാണ് അവൻ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ ചെയ്യാനും, 6 pack മസിൽസ് ഉണ്ടാക്കാനും, ദിസ് ആൻഡ് ദാറ്റ് 100 തിങ്സ്. പിന്നെ നമ്മളുടെ ആ ഒരു നമ്മളിവരെ റൊമാൻറ്റസൈസ് ചെയ്യുകയാണ്. അവരെന്തോ ഒരു അത്ഭുത ലോകത്തില് ജീവിക്കുന്ന പോലെ. പണ്ടൊക്കെ ഇത് സിനിമയിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം വന്ന് ഇതൊക്കെ നമ്മളുടെ ഇടയ്ക്കും ക്രൂസൈഡുകളിലും മീറ്റിങ്ങുകളിലും എല്ലാം ഇപ്പം ഇതുപോലെ സൂപ്പർ ഹീറോസ് ആണ് നമ്മൾ കാണുന്ന ആളുകളെല്ലാം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അതൊക്കെ അവർക്കൊക്കെ പറ്റും. ഇവിടെ അദ്ദേഹത്തെ പോലെയൊക്കെ അദ്ദേഹം എന്തോ ആകാശത്തുനിന്ന് നേരെ താഴോട്ട് പൊട്ടി വീണതാണെന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നതും അവർ കാണിക്കുന്നതും. നമ്മൾ കാണുന്നത് കൊണ്ട് അവർ പറയുന്നതും ആ രീതിയിലാണ്. ക്രിസ്ത്യൻസ് ആർ ഓൾസോ ഡൂയിങ് ദ സെയിം തിങ്. ക്രിസ്ത്യൻ ലീഡേഴ്സ്, സം ഓതേഴ്സ്, എഴുത്തുകാരും എല്ലാവരും അവരുടെ ആ പ്രസന്റേഷൻ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത് ദിസ് ഇസ് സംതിങ് ബിഗ്. ഞാൻ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഫ്ലെക്സും വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. എന്തെല്ലാം ഗിമ്മിക്സ് ആണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഇവരുടെ ഈ ഷൈനി ക്ലോത്ത്സും ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഡ്രസ്സൊക്കെ ധരിച്ച് ഏറ്റവും നല്ല ഫോട്ടോയും എന്തെല്ലാം കമ്പ്യൂട്ടറിൽ എന്തെല്ലാം കാണിച്ചാണ്. നമുക്കറിയാം സിനിമാ നടന്മാരെ നേരി കണ്ട കാശിന് കൊള്ളത്തില്ലെന്നുള്ള നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വലിയ സ്പോട്ട് ലൈറ്റും മറ്റേതും മറിച്ചതും, പിന്നെ അവരുടെ ശബ്ദമൊക്കെ നമുക്ക് പണ്ടൊക്കെ മൈക്ക് ഓപ്പറേറ്റർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം സൗണ്ട് എഞ്ചിനീയർ എന്നാണ് വിളിക്കുന്നത്. പണ്ട് നമ്മള് ശമുവേലിന്റെ പുസ്തകത്തിൽ വാക്കിയുണ്ടല്ലോ, ഇന്ന് പ്രവാചകന്മാരെന്ന് വിളിക്കുന്നവരെ അന്ന് ദർശകന്മാരെന്നാ വിളിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ നമ്മൾ എല്ലാത്തിനും പുതിയ പുതിയ പേരുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഈ സൗണ്ട് സിസ്റ്റവും മറ്റുള്ള കാര്യങ്ങളും ഇതെല്ലാം കൂടെ കാണുകയും ഈ ഫ്ലെക്സിനകത്തെ ഒരു 70mm സ്മൈലും എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും ഇവർക്ക് മാത്രം കഴിയുന്ന ഒരു ജീവിത രീതിയാണ് ഇതെന്ന്. ഇവർ പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ വലിയ കാര്യങ്ങളുമായിരിക്കും. പക്ഷേ ഇതിനകത്ത് പറ്റുന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് മനഃപൂർവ്വമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്, മാറി നിൽക്കാനായിട്ട്. ഒരു ക്രിസ്തീയമായ കാഴ്ചപ്പാടല്ല അത്. ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന നേരെ ഇപ്പോൾ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ദേ സ്റ്റാൻഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ കൂടുന്നവർ നിൽക്കത്തില്ല, സാധാരണക്കാരൻ്റെ അടുത്തോട്ട് ചെല്ലത്തില്ല, സാധാരണക്കാരൻ അപ്രോച്ചബിൾ അല്ലാത്ത ഒരു കാര്യങ്ങളാണ് എല്ലാം കാണിക്കുന്നത്. ഈ ബുക്കൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ മിസ് വേൾഡിന് മത്സരിച്ച് മിസ്സസ് വേൾഡ് ആയി പോയെന്ന് ചിന്തിക്കുന്ന ഭാര്യയുടെ തോളയിലോട്ട് കൈ വീട്ട പടമൊക്കെ അങ്ങോട്ട് വെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പടം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഹി ഗോട്ട് എവറിത്തിങ് അറ്റ് വൺസ്. പക്ഷെ പിന്നെ അറിയുന്നത് ഇപ്പൊ അവന്റെ കൂടെ അല്ല താമസം എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സെലിബ്രിറ്റീസ്, ക്രിസ്ത്യൻ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സ്റ്റാർ സിസ്റ്റം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഒരു ഇമ്പാക്റ്റ്, തെറ്റായ ഒരു ഇമ്പാക്റ്റ്, ഇങ്ങനെയൊരു ജീവിതം എനിക്കുള്ളതല്ല എന്ന് ചിന്തിക്കാൻ നമ്മൾ അങ്ങ് സാധാരണക്കാരൻ ചിന്തിച്ചു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നു. ഇവരുടെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ റോണ്ടൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ദേ പ്രസന്റ് ദംസെൽസ് ആസ് ഇഫ് ദേ വെർ സിറ്റിംഗ് അറൌണ്ട് വെയിറ്റിംഗ് ഫോർ എ വേക്കൻസി ഇൻ ട്രിനിറ്റി. ദൈവത്തിന്റെ തൃത്വത്തില് ഒരു വേക്കൻസി കിട്ടുമെന്ന് നോക്കിയിരിക്കുന്ന അങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കാണ്. അവിടെ ഒരു കസേര തൃത്വത്തില് മൂന്നാമത്തെ ഒരു കസേര ഒഴിവ് കിട്ടുകയാണെങ്കിൽ അവിടെ കാണാൻ കയറി ഇരിക്കാമെന്ന് ചിന്തിക്കുന്ന പോലെയുള്ള നിലയിലാണ് ഇവരെ തന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് മാസികകളും പുസ്തകങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാകും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്ത് നമ്മുടെ ഒരു നാക്കാണ്. നാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോണ്ടൺ പറഞ്ഞിരിക്കുന്നത് വി ആർ ഗിവിങ് ഗോഡ് ദ ഗ്ലോറി ആൻഡ് വി ടേക്ക് ദ ക്രെഡിറ്റ്. നമ്മൾ മഹത്വം ദൈവത്തിനും മാനം നമുക്കും എടുക്കുന്ന ഒരു സ്റ്റേജാണ്. മഹത്വം ആർക്ക് കൊടുക്കും? ദൈവത്തിന്. പക്ഷെ മാനം നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ ഇതുപോലെയുള്ള ഒരു സെലിബ്രിറ്റീസിന്റെ ഒരു ലൈഫ് ക്രിസ്ത്യൻ ഫീൽഡിൽ വന്നതുകൊണ്ടുള്ള പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം സാധ്യമാണെന്നോ അല്ലെങ്കിൽ അത് സാധാരണക്കാരന് പറ്റുന്ന ഒരു കാര്യമാണെന്നോ ചിന്തിക്കാത്ത നിലയിൽ
ഇവരെല്ലാവരും വേറെ ലോകത്തിലേക്ക് കയറി പോയിരിക്കണം. അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ഇമേജ് ഇതാണ്. ഫിലിപ്പിയൻസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു, മേ ബി ദ പ്രോബ്ലം അണ്ടർലൈങ് ദ സ്കാൻഡൽ ഓഫ് ക്രിസ്ത്യൻ സൂപ്പർ സ്റ്റാർസ് ഈസ് ദാറ്റ് വി ഡിസ്റ്റോർട്ട് ദ കിങ്ഡം ഓഫ് ഗാഡ് ബൈ ട്രെയിനിങ് അവർ സ്പോട്ട് ലൈറ്റ് നോട്ട് ഓൺ ദ സെർവൻസ് ബട്ട് ഓൺ ദ സ്റ്റാർസ്. എന്താ പറ്റിയിരിക്കുന്നത്? യേശു കർത്താവ് വേദപുസ്തകത്തിൽ സ്പോട്ട് ചെയ്തിരിക്കുന്ന എല്ലാം സെർവൻഹുഡിനാണ്. വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്ന ആരെയാണ്? ദാസൻ, കഷ്ടം അനുഭവിക്കുന്ന ദാസൻ. യശയ്യാപ്രവചനത്തിൽ ദാസൻ, ദാസ്യാനുഭവം. പക്ഷേ നമ്മൾ ഇന്ന് ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സ്റ്റാർസിനാണ്. അവർ സ്പോട്ട് ലൈറ്റ് ഇസ് നോട്ട് ഓൺ ദ സെർവൻസ് ബട്ട് ഓൺ ദ സ്റ്റാർസ്. അപ്പൊ അതിനോട് ചേർന്ന് മറ്റൊരു ദേവദാസൻ പറഞ്ഞത്, കീപ് യുവർ ഐസ് ഓൺ ദ വൺ ഹു റെഫ്യൂസസ് ടു ടേൺ സ്റ്റോൺസ് ഇൻ ടു ബ്രെഡ്, ജംപ് ഫ്രം ഗ്രേറ്റ് ഹൈറ്റ്സ് ഓർ റൂൾ വിത്ത് ഗ്രേറ്റ് ടെമ്പറൽ പവർ. കീപ് യുവർ ഐസ് ഓൺ ദ വൺ ഹു സേസ് ബ്ലെസ്ഡ് ആർ ദ പുവർ. നമ്മുടെ കണ്ണുകൾ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ടത് ആരിലാണ്? കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതല്ല ദൈവം എന്നെ ഫലമേൽപ്പിച്ച മാർഗം എന്ന് പറഞ്ഞ യേശുവിലാണ്. അല്ലാതെ അത്ഭുതങ്ങൾ കാണിച്ച്, ഗിമ്മിക്കുകൾ കാണിച്ച് മനുഷ്യനെ വരുത്തുന്നവനിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ണുകൾ നിർത്തേണ്ടത്. ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ലെവലിലുള്ള ആളുകളിലേക്കാണ് നമ്മളുടെ കണ്ണുകൾ മുഴുവൻ പോകുന്നത്.